ഹലോ മക്കളെ, നമ്മുടെ ബോർഡ് എക്സാമിനായാലും നമ്മുടെ മോഡൽ എക്സാമിനായാലും ഒക്കെ ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള 15 ഇമ്പോർട്ടന്റ് ഫിഗേഴ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എക്സാമിന് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വെക്കേണ്ടതും ചോദിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുമായിട്ടുള്ള ഫിഗേഴ്സ്. ഇത് മാത്രമേ ചോദിക്കൂ എന്നല്ല, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇവയൊക്കെയാണ്. അപ്പൊ അതിൽ ആദ്യം നമ്മുടെ അനിമൽ കിങ്ഡത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സീലോമിനെ കാണിക്കുന്ന ഫിഗറാണ്. ഈ ആദ്യം തന്നിരിക്കുന്നതാണ് സീലോം കാണിക്കുന്ന ഫിഗർ. ദിസ് ഈസ് സീലോമേറ്റ്സ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സീലോമിന്റെ പ്രസൻസ് കാണാൻ പറ്റും. സോ ദിസ് ഈസ് സീലോം, മറക്കരുത്, ഇതാണ് സീലോം എന്ന് പറയുന്നത്. അപ്പൊ സീലോം ഉള്ളവരാണ് സീലോമേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അനലിഡ തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ പേരും, കോർഡേറ്റ വരെയുള്ള എല്ലാ പേരും സീലോമേറ്റ്സ് ആണ്. ഇനി അടുത്തതാണ് സ്യൂഡോസീലോം. ഇവിടെ മീസോഡം ഒരു എന്താ പറയുക, ഒരു പൗച്ചായിട്ട് കാണപ്പെടുന്നുണ്ട്, വട്ടമായിട്ട്. ഓക്കെ, സോ ഇതാണ് സ്യൂഡോസീലോം, ഇതാണ് സ്യൂഡോസീലോമേറ്റ്സ്. അഷ് ഹെൽമിന്തസ് ആണ് സ്യൂഡോസീലോമേറ്റ്സിന്റെ ഒരേ ഒരു എക്സാമ്പിൾ. അടുത്തതാണ് എസീലോമേറ്റ്. സീലോം ഒന്നുമില്ല, നമുക്ക് ഇവിടെ ക്യാവിറ്റീസ് ഒന്നുമില്ല. സോ ദിസ് ഈസ് എസീലോമേറ്റ്. എസീലോമേറ്റ് ആയിട്ടുള്ള ഇവർക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലാറ്റി ഹെൽമിന്തസ്. അതുപോലെ തന്നെ വേണമെങ്കിൽ അതിന് മുന്നോട്ടുള്ളവരെയും പറയാം, പക്ഷേ പ്ലാറ്റി ഹെൽമിന്ത് ആണ് ഏറ്റവും, കാരണം ട്രിപ്ലോബ്ലാസ്റ്റിക് ജീവികൾക്കാണ് ഈ സീലോം എന്ന വേർഡിന്റെ തന്നെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അതുകൊണ്ട്, കാരണം അവർക്കല്ലേ മീസോഡേം ഉള്ളൂ, അതുകൊണ്ട് പ്ലാറ്റി ഹെൽമിന്തസ് ആണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള എസീലോമേറ്റ് അനിമൽ എന്ന് പറയുന്നത്. കഴിഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയുള്ള നെക്സ്റ്റ് ഫിഗർ. സോ ഇവിടെ രണ്ട് ഫിഗേഴ്സ് ഒരുമിച്ചിട്ടിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇത് വേറെ ആരുമല്ല, നമ്മുടെ സീലൻട്രേറ്റ് ആണ് അല്ലെ. ഫൈലം സീലൻട്രേറ്റ് അല്ലെങ്കിൽ നിഡേറിയവരുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് അവർ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മെഡൂസ, ഒന്നാമത്തത് മെഡൂസ, രണ്ടാമത്തത് പോളിപ്പ്. എന്താ ഇവിടെ പ്രത്യേകത? പോളിപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും കേട്ടോ, സിലിണ്ടർ പോലെയാണ് നിൽക്കുന്നത്, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. ആൻഡ് ദേ ആർ സസൈൽ, ഒരിടത്ത് തന്നെ നിന്ന് വളരുന്ന ടൈപ്പ് ആണ്. അതാണ് പോളിപ്പിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാവുന്ന ഹൈഡ്രയാണ്, അല്ലെങ്കിൽ സീ അനിമോൺ നിങ്ങൾക്ക് എഴുതാം. അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത മെഡൂസ, കണ്ടാൽ തന്നെ ഒരു അംബ്രല്ല, അതെ, ഒരു അംബ്രല്ല ഷേപ്പിലാണ് അതിരിക്കുന്നത്. ആൻഡ് അത് ഫ്രീ സ്വിമ്മിങ് ആണ്, ഇങ്ങനെ നീന്തി നടക്കും. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ജെല്ലി ഫിഷ് നിങ്ങൾക്ക് എഴുതാം, ഒറീലിയ അഥവാ ജെല്ലി ഫിഷ്. ഇനി ഇത് രണ്ടും മാറി മാറി കാണിക്കുന്ന ഒരാൾ കൂടിയുണ്ട്, ഒബീലിയ. അതിനെയാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ജനറേഷൻ മെഡൂസ ആണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ പോളിപ്പ്, രണ്ടിനും ജന്മം നൽകാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജനസിസ് ഇവർ കാണിക്കുന്നു നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് അതേ ഫൈലത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എപ്പോഴും പറയും, ഒരു ഗ്രനേഡ് പോലെ, ഒരു ബോംബ് പോലെ ഇരിക്കുന്ന സാധനം. അതെ, ഇതാണ് നിഡോബ്ലാസ്റ്റ് സെൽസ്. അപ്പൊ ഈ നിഡോബ്ലാസ്റ്റ് സെൽസ് ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആങ്കറേജിന് വേണ്ടി, ഡിഫൻസിന് വേണ്ടി, ക്യാപ്ചറിങ് ദ പ്രേക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആണ് നിഡോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. ഇത് ഉള്ളത് കൊണ്ടാണ് അവരെ നിഡേറിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് ഫിഗർ, രണ്ട് ഫിഗേഴ്സ് ഒരുമിച്ചിട്ടിരിക്കുകയാണ്. സോ ആദ്യം നമുക്ക് ഈ ഫിഗർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മുടെ ഹെമികോഡേറ്റയിൽ വരുന്ന ബെലാനോഗ്ലോസസിന്റെ ഫിഗർ ആണ്. സോ അതിന്റെ ബോഡി പാർട്സ് പ്രൊബോസിസ്, കോളാർ, ട്രങ്ക് എന്നുള്ളതാണ്. ഈ കോളാർ റീജിയനിലാണ് സ്റ്റോമോകോഡ് കാണപ്പെടുന്നത്. സോ ആ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കോഡേറ്റ ക്യാരക്ടേഴ്സ് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗർ. ഈ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നെർവ് കോഡ് ഉണ്ട്, നോട്ടോ കോഡ് ഉണ്ട്, ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, പോസ്റ്റേനൽ ടെയിൽ ഉണ്ട്. കുട്ടികൾക്ക് തിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഈ നെർവ് കോഡും നോട്ടോ കോഡും. മക്കളെ എപ്പോഴും ഓർത്തിരിക്കുക, നെർവാണ് ഏറ്റവും മുകളിൽ, നോട്ടോ കോഡ് താഴെയാണ്. ഓക്കെ, ഏറ്റവും മുകളിലായി കാണപ്പെടുന്നത് നെർവ് കോഡാണ്, താഴെയായി കാണപ്പെടുന്നതാണ് നോട്ടോ കോഡ് എന്ന് പറയുന്നത്. മീസോഡെർമലി ഡിറൈവ്ഡ് ആയിട്ടുള്ള റോഡ് ലൈക്ക് സ്ട്രക്ചർ ആണ് നോട്ടോ കോഡ്. ആ നോട്ടോ കോഡ് താഴെ മറക്കരുത്. ഓക്കെ, താഴെയാണ് ഏത് കാണപ്പെടുന്നത്? നോട്ടോ കോഡ് കാണാൻ. നെർവ് ഏറ്റവും മുകളിൽ, മറക്കില്ലല്ലോ, തെറ്റിക്കില്ലല്ലോ. സോ ഇത് നമ്മുടെ കോഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന ഫിഗർ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്, ഫ്രോഗിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ ഇരിക്കുന്നതാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൽ നിന്ന് പുറപ്പെടുന്നതാണ് വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ഡക്റ്റുകൾ. അത് പിന്നീട് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഡക്റ്റ് ഉണ്ട്, അത് യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ആണ്. അത് യൂറിൻ കൊണ്ടുപോകുന്ന ഡക്റ്റുമാണ്, സ്പേമിനെ കൊണ്ടുപോകുന്ന ഡക്റ്റുമാണ്. ഇത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഈ കാണിച്ചിരിക്കുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ ഇതാണ് കിഡ്നി. സോ ദിസ് ഈസ് കിഡ്നി ആൻഡ് ദാറ്റ് ഈസ് അഡ്രീനൽ ഗ്ലാൻഡ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇവിടെ സ്പൈക്ക് അടിച്ചത് പോലെ ഇരിക്കുന്ന, മുടികൾ പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചർ ഇല്ലേ, ഇത് ഫാറ്റ് ബോഡീസ് ആണ്. ഇനി ഇതെല്ലാം വന്ന് ജോയിൻ ചെയ്യുന്ന ഒറ്റ ഓപ്പണിംഗ് ആയിട്ടുള്ള ക്ലോയേക്കയിലേക്കാണ്. ആൻഡ് ദിസ് ഈസ് ദി ക്ലോയേക്കൽ അപ്പർച്ചർ ഓപ്പണിംഗ്. ദെൻ ഇവിടെ ഒരു ലവ് ഷേപ്പില് സിമ്പിൾ ഒരു സാധനം ഇരിക്കുന്നുണ്ടോ, ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡർ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് യൂറിനറി ബ്ലാഡർ.
ആൻഡ് ദിസ് ഈസ് ദി റെക്ടം ആൻഡ് ദിസ് ഈസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. അത് പഠിക്കുമ്പോൾ പിന്നെ ഫീമെയിൽ പഠിക്കാതിരിക്കുന്നത് മോശമല്ലേ? അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരാം. ഇതാണ് ഓവിഡക്റ്റ് ആൻഡ് ദിസ് ഈസ് ഓവറി. എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. സോ അതാണ് ഓവറി എന്ന് പറയുന്നത്. ഓവറിയിലേക്ക് ആ കുഴൽ പോലെ ഇരിക്കുന്നതാണ് ഓവിഡക്റ്റ്. ദെൻ ഇതാണ് യുറീറ്റർ. പക്ഷെ ഇതിൽ ഓവിഡക്റ്റ് വന്ന് ജോയിൻ ചെയ്യുന്നില്ല. ഈ ഓവിഡക്റ്റ് നേരെ വന്ന് ക്ലോയേക്കൽ ഓപ്പൺ ചെയ്യുന്നു. ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ ക്ലോയേക്കൽ അപ്പർച്ചറും യൂറിനറി ബ്ലാഡറും. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഓൾ ദാറ്റ്സ് സെയിം. അപ്പൊ ഇതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ബയോമോളിക്യൂളിന്റെ ഫിഗർ ആണ് നമ്മുടെ പ്രോട്ടീന്റെ 4 ടൈപ്പ് സ്ട്രക്ചേഴ്സ്. ഇതാണ് പ്രൈമറി സ്ട്രക്ചർ, ഇത് സെക്കൻഡറിയിലുള്ള ഫസ്റ്റ് സ്ട്രക്ചർ, ഇത് സെക്കൻഡറിയിലെ സെക്കൻഡ് സ്ട്രക്ചർ. രണ്ടും സെക്കൻഡറി ആണ്. സെക്കൻഡറിയിലെ ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡ് ഷീറ്റും. ഇതാണ് ടെർഷ്യറി സ്ട്രക്ചർ, ഇതാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. ക്വാട്ടർണറി സ്ട്രക്ചർ എക്സാമ്പിൾ ചോദിച്ചാൽ ഹീമോഗ്ലോബിൻ ആണ്, മറക്കരുത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആൻഡ് വെരി ഇമ്പോർട്ടന്റ് ഫിഗർ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ അതേ ചാപ്റ്ററിൽ തന്നെയുള്ള നമ്മൾ ആക്ടിവേഷൻ എനർജി കാണിക്കുന്ന ഒരു ഫിഗർ ആണ്. അതായത് ഇതാണ് എൻസൈമിന്റെ ആക്ഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിഗർ. ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. എൻസൈം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്രയും ആക്ടിവേഷൻ എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ എൻസൈം ഉപയോഗിച്ചാലോ ആക്ടിവേഷൻ എനർജി വളരെ കുറച്ച് മതി. ദിസ് ഈസ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. സോ ആക്ടിവേഷൻ എനർജിയും എൻസൈമിന്റെ ആക്ഷനും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഫിഗർ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഫിഗറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർത്തിരിക്കേണ്ടത് എൻസൈം ഉപയോഗിക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കുറയുന്നു എന്നുള്ളതാണ്. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫിഗർ ആണ് നമ്മുടെ കിഡ്നിയിലൊക്കെ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ ഇതാണ് അഫറന്റ് ആർട്ടീരിയോൾ. അത് വന്ന ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഗ്ലോമർലെസ് എന്ന് വിളിക്കുന്നത്. ആ ഗ്ലോമർലെസ്സിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നത് എല്ലാം കൂടി കളക്ട് ചെയ്യാൻ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത്. ആ ബൊമാൻസ് ക്യാപ്സ്യൂൾ വഴി കളക്ട് ചെയ്യുന്നത് എല്ലാം കൂടി കൊണ്ടുപോകുന്ന ഒരു കുഴലാണ് നമ്മുടെ പ്രോക്സിമൽ കൺവല്യൂറ്റഡ് ട്യൂബ്യൂൾ അഥവാ PCT എന്ന് പറയുന്നത്. അത് നേരെ പോകുന്ന ഒരു ഹെയർ പിൻ ലൈക്ക് സ്ട്രക്ചറിലേക്കാണ്. അതിനെയാണ് നമ്മൾ ഹെൻലീസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിൽ താഴേക്കുള്ള പോർഷനെ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് മുകളിലേക്ക് പോകുന്നതിന് ദാറ്റ് ഈസ് കോൾഡ് ഇത് ഡിസെൻഡിങ്, അത് അസെൻഡിങ്. ഓക്കെ, അത് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു കോയിൽ ലൈക്ക് സ്ട്രക്ചറിലേക്കാണ് വിച്ച് ഈസ് കോൾഡ് ഡിസ്റ്റൽ കൺവല്യൂറ്റഡ് ട്യൂബ്യൂൾ അഥവാ DCT. അതുവഴി ഉണ്ടാകുന്ന യൂറിനെ മുഴുവൻ കളക്ട് ചെയ്യുന്ന ഒരു ഡക്റ്റിലേക്കാണ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കളക്ടിങ് ഡക്റ്റ്. ഇതിനു ചുറ്റും എന്നിൽ നിന്ന് എടുത്തതൊക്കെ തിരിച്ചു താ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുറ്റും ഒരു നെറ്റ്വർക്ക് നമ്മുടെ എഫറന്റ് ആർട്ടീരിയോൾ ഫോം ചെയ്യുന്നുണ്ട്. ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ വാസ റെക്ട എന്ന് വിളിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ നെഫ്രോൺ അഥവാ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നെഫ്രോണിന്റെ സ്ട്രക്ചറും നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, നൗ ദ അനദർ ഇമ്പോർട്ടന്റ് ഫിഗർ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ കാറ്റഗറി പെട്ടതാണ് ECGയുടെ ഡയഗ്രാം. സോ എന്താണ് ECG? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇതിനകത്ത് 3 വേവുകളാണുള്ളത്: P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ്. P വേവ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്. QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആണ്. ആൻഡ് T വേവ് എന്ന് പറയുന്നത് റീപോളറൈസേഷൻ അഥവാ ഡയസ്റ്റോൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൂടെ ഓർത്തിരിക്കുക. വേവുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ECGയുടെ ഫുൾ ഫോം, അതിന്റെ യൂസ്. നൗ ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളയിലെ എക്സ്ചേഞ്ച് സർഫസ് ആണ്. ആൽവിയോളയിലെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം 3 ലെയറുകളുടെ ഇടയിലൂടെയാണ്. ഒന്നെന്ന് പറയുന്നത് ഇതവിടെ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ. അതുവഴിയാണ് ഫസ്റ്റ്, അതൊരു 1 സെൽ തിക്നെസ് ആണ്, ഒരു സെല്ലിന്റെ കട്ടിയേ ഉള്ളൂ, അതിനുള്ളൂ. അതുവഴിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ബേസ്മെന്റ് സബ്സ്റ്റൻസ് ആണ്. മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് വെസലിന്റെ, അതായത് ബ്ലഡ് കാപ്പിലറികളുടെ എൻഡോതീലിയം ആണ്. ദാറ്റ് ഈസ് എൻഡോതീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. ഈ 3 ലെയറുകളുടെ ഇടയിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ത്രൂ എ പ്രോസസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ് വഴിയാണ് അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പ് എന്താണെന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഷേപ്പ്. മറക്കണ്ട, ഒന്നുകിൽ നിങ്ങൾക്ക് S ഷേപ്പ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് പേര് സിഗ്മോയിഡ് ഷേപ്പ് എന്നാണ്. ഓക്കെ, സിഗ്മോയിഡ് ഗ്രാഫ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റിന്റെയും മയോസിന്റെയും സ്ട്രക്ചർ ആണ്. ഇതാണ് ആക്റ്റിൻ അഥവാ തിൻ ഫിലമെന്റ് ആൻഡ് ദിസ് ഇസ് മയോസിൻ അഥവാ തിക് ഫിലമെന്റ്. Actin is made up of F-actin.
ഫിലമെന്റസ് ആക്ടിൻ അഥവാ എഫ് ആക്ടിൻ കൊണ്ടാണ് ആക്ടിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ മാല പോലെ കിടക്കുന്നില്ലേ, അതാണ് എഫ് ആക്ടിൻ, മുത്തുമാല കൊരുത്തിട്ടിരിക്കുന്നത് പോലെ. സോ ദിസ് ഈസ് എഫ് ആക്ടിൻ. അതിന് ചുറ്റും കയറ് പോലെ പോകുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ, അതാണ് ട്രോപ്പോമയോസിൻ. ഈ ട്രോപ്പോമയോസിലുള്ള ആക്റ്റീവ് സൈറ്റുകളെ നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ട്രോപ്പോണിൻ എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടാണ്. സോ ട്രോപ്പോണിൻ കൊണ്ടാണ് അതിനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നുണ്ടോ, ഇതാണ് ട്രോപ്പോണിൻ. അപ്പൊ ഈ ട്രോപ്പോണിൻ കൊണ്ടാണ് ആക്റ്റീവ് സൈറ്റുകൾ നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്നത്. അവന്മാരും കാൽഷ്യം കൂടി ചേർന്നിട്ടാണ് അവന്മാർ സിനിമ കാണാൻ പോകുന്നത്. ഓർമ്മയില്ലേ, കാൽഷ്യം അയോൺസ് വരുന്നു, ട്രോപ്പോണിൻ അവിടുന്ന് അൺമാസ്ക് ചെയ്യും, എടുത്തുകൊണ്ട് അങ്ങ് പോകും. അപ്പോഴാണ് ആക്റ്റീവ് സൈറ്റുകൾ എക്സ്പോസ്ഡ് ആകുന്നത്. അങ്ങനെയാണ് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. നൗ ഇതാണ് മയോസിൻ. മയോസിന്റെ ഹെഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ക്രോസ് ആം ആൻഡ് ദിസ് ഇസ് ദ ടെയിൽ റീജിയൻ. ഓക്കെ, ദെൻ ഇതിലാണ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ATP ബൈൻഡിങ് സൈറ്റ് ഉള്ളത്. മറക്കണ്ട, മുകളിലായി കാണപ്പെടുന്നതാണ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്, സൈഡിലായി കാണപ്പെടുന്നതാണ് ATP ബൈൻഡിങ് സൈറ്റ്. എനർജി വന്ന് സൈഡിൽ ബൈൻഡ് ചെയ്യുന്നു, ഹെഡ് കൊണ്ടുപോകും, അത് ആക്റ്റിനിൽ കൊണ്ടുപോയി മുട്ടും. അപ്പൊ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഇവിടെയാണ് വരുന്നത്, തലയ്ക്ക് മുകളിലാണ് വരുന്നത്. സൈഡിലാണ് ഏത് വരുന്നത്, ATP ബൈൻഡിങ് സൈറ്റ് വരുന്നത്. തെറ്റിക്കില്ലല്ലോ? യെസ്. എപ്പോഴും ഓർത്തിരിക്കുക, മയോസിൻ ഈസ് മേഡ് അപ്പ് ഓഫ് മീറോമയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ ഹെഡ് റീജിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെവി മീറോമയോസിൻ കൊണ്ടും HMM ഹെവി മീറോമയോസിൻ കൊണ്ടും, ടെയിൽ റീജിയൻ ഉണ്ടാക്കിയിരിക്കുന്നത് ലൈറ്റ് മീറോമയോസിൻ അഥവാ LMM കൊണ്ടുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിഗറിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് അവർ റിബ്സ്. റിബ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് മൊത്തം 12 പെയർ റിബ്സ് ആണുള്ളത്. എന്നാൽ അതിൽ 1 മുതൽ 7 വരെ ഉള്ളതിനെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കുന്നത്. വൈ ദേ ആർ കോൾഡ് ട്രൂ റിബ്സ്? ബിക്കോസ് അവർ നട്ടലിൽ നിന്ന് തുടങ്ങി സ്റ്റേണത്തിൽ വന്ന് കൃത്യമായി അവസാനിക്കുന്ന 7 പേരാണ്. അവരെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ 8, 9, 10 ചില കള്ളന്മാരാ. അവന്മാര് സ്റ്റേണത്തിൽ വരുന്നതിന് പകരം അവന്മാര് നേരെ വന്ന് 7ാമത്തതിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 7ാമത്തതിലേക്കാണ് അത് വന്ന് ജോയിൻ ചെയ്യുന്നത്, അല്ലാതെ സ്റ്റേണത്തിലേക്കല്ല. അങ്ങനെ ഇവന്മാർ കള്ളത്തനം കാണിക്കുന്നത് കൊണ്ട് ഇവന്മാരെ കള്ളൻ റിബ്സ് അഥവാ ഫാൾസ് റിബ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ദേ ആർ കോൾഡ് ഫാൾസ് റിബ്സ്. കള്ളന്മാരാ. ഓക്കെ, സ്റ്റേണത്തിൽ വന്ന് ജോയിൻ ചെയ്യുന്നില്ല, പകരം ഇടയിൽ കൂടി മറ്റവന്റെ കൂടെ അങ്ങ് ചേർന്നങ്ങ് പോകും. 7ാമത്തിലേക്കാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇനി ലാസ്റ്റത്തത് നോക്കൂ, എവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വെർട്ടിബിൾ കോളത്തിൽ തുടങ്ങി, പക്ഷെ എവിടെ വന്ന് അവസാനിച്ചിട്ടില്ല, സ്റ്റേണത്തിൽ വന്ന് അവസാനിച്ചിട്ടേ ഇല്ല, ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടേ ഇല്ല, ഇങ്ങനെ എയറിൽ നിൽക്കുക, ഫ്ലോട്ട് ചെയ്ത്. സോ ദേ ആർ കോൾഡ് ഫ്ലോട്ടിംഗ് റിബ്സ്. അത് 11ഉം 12ഉമാണ്. സോ ഒരിക്കലും മറക്കരുത്, 1 മുതൽ 7 വരെ ട്രൂ റിബ്സ്, 8ഉം 9ഉം 10ഉം ഫാൾസ് റിബ്സ്, 11ഉം 12ഉം ഫ്ലോട്ടിംഗ് റിബ്സ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 ഫിഗേഴ്സും ഒപ്പം അതിനോട് ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ലവ് യു ഓൾ. എല്ലാവരും സൂപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യൂ, എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യും.